ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് ഹൈക്കോടതിയിൽ നിന്ന് വീണ്ടും തിരിച്ചടി. 3 സർവകലാശാലകളിലെ VC നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റി രൂപീകരണം കൂടി ഹൈക്കോടതി തടഞ്ഞു. കേരള, MG, മലയാളം സർവകലാശാലയിലെ സെർച്ച് കമ്മിറ്റി നടപടികളാണ് കോടതി സ്റ്റേ ചെയ്തത്. ഇതോടെ 4 സർവകലാശാലകളിലെ VC നിയമനത്തിനായുള്ള സെർച്ച് കമ്മിറ്റി നടപടികൾക്കാണ് സ്റ്റേ നിലവിൽ വന്നിരിക്കുന്നത്. ഫിഷറി സർവകലാശാല VCയെ കണ്ടെത്തുന്നതിന് സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച ഗവർണറുടെ നടപടി സ്റ്റേ ചെയ്തതിന് പിന്നാലെയാണ് 3 സർവകലാശാലകളിലെ VC നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റി രൂപീകരണ നടപടി കൂടി ഹൈക്കോടതി സ്റ്റേ ചെയ്തത്. കേരള, MG, മലയാളം സർവകലാശാലകളിൽ VCമാരെ കണ്ടെത്തുന്നതിനായി സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച ഗവർണറുടെ നടപടിയാണ് കോടതി സ്റ്റേ ചെയ്തത്. 1 മാസത്തേക്കാണ് നടപടികൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത്. ഇതോടെ 4 സർവകലാശാലകളിലെ VC നിയമനത്തിനായുള്ള സെർച്ച് കമ്മിറ്റി നടപടികൾക്കാണ് സ്റ്റേ നിലവിൽ വന്നിരിക്കുന്നത്. മലയാളം, ഫിഷറി സർവകലാശാലകളിൽ സർക്കാരും MG, കേരള സർവകലാശാലകളിൽ സെനറ്റ് അംഗങ്ങളുമാണ് ഗവർണറുടെ നടപടി ചോദ്യം ചെയ്ത് ഹൈക്കോടതിയെ സമീപിച്ചത്. സ്വന്തം ഇഷ്ടപ്രകാരം സെർച്ച് കമ്മിറ്റിയെ നിയോഗിച്ച ഗവർണറുടെ നടപടി നിയമവിരുദ്ധമാണെന്നായിരുന്നു സർക്കാർ വാദം. സർക്കാരിൻ്റെ അധികാരപരിധിയിലുള്ള കടന്നുകയറ്റമാണ് ചാൻസലറുടേതെന്നും സർക്കാർ ചൂണ്ടിക്കാട്ടിയിരുന്നു. സർവകലാശാലയുടെ പ്രതിനിധിയെ ഉൾപ്പെടുത്താതെ UGCയുടെയും ചാൻസലറുടെയും മാത്രം പ്രതിനിധിയെ ഉൾപ്പെടുത്തി സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച ചാൻസലറുടെ നടപടി സർവകലാശാല ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്ന് സെനറ്റ് അംഗങ്ങളും വാദിച്ചിരുന്നു. ഇതേ തുടർന്ന് ഹർജികൾ ഫയലിൽ സ്വീകരിച്ച കോടതി ഗവർണറുടെ നടപടി സ്റ്റേ ചെയ്ത് ഗവർണർ ഉൾപ്പെടെ എതിർകക്ഷികൾക്ക് നോട്ടീസ് അയക്കാനും നിർദ്ദേശിക്കുകയായിരുന്നു. സെർച്ച് കമ്മിറ്റികൾ രൂപീകരിക്കാൻ ചാൻസലർക്കുള്ള അധികാരം എന്തെന്ന് വ്യക്തമാക്കി 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകാനും ജസ്റ്റിസ് സിയാദ് റഹ്മാൻ ഉത്തരവിട്ടു. 6 സർവകലാശാലകളിലെ VCമാരെ നിയമിക്കുന്നതിന് മുന്നോടിയായി കഴിഞ്ഞ മാസം 28-നായിരുന്നു സെർച്ച് കമ്മിറ്റിയെ നിയോഗിച്ച് ഗവർണർ വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. കൈരളി ന്യൂസ്, കൊച്ചി.